ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗ് ആയിട്ടാ. മെയ് 31 എടുത്തിട്ടുള്ളൊരു വ്ളോഗാണ്. അന്നത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. കല്യാണം കഴിയുന്നത് വരെ ഞാൻ ബർത്ത്ഡേകളൊന്നും ആഘോഷിച്ചിട്ടില്ല കേട്ടോ. ഫ്രണ്ട്സുകളൊക്കെ അവരുടെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് നല്ല ഡ്രസ്സ് ഇട്ട് വരും, അതുപോലെ മിഠായി കൊടുക്കും. അന്നത്തെ കാലത്ത് എൻ്റെ ഒരു ഓർമ്മയിൽ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കേക്കൊക്കെ മുറിക്കുക പറഞ്ഞാൽ അത്ര റിച്ച് ടീമൊക്കെ ആണെങ്കിലാണ് കേക്കൊക്കെ മുറിക്കുക. ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാ ബർത്ത്ഡേയും ആഘോഷിച്ചിട്ടുണ്ട്. അതിന് അത്യാവശ്യം ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിലുപരി യൂട്യൂബിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുകൾ കൂടിയിട്ടുണ്ട്. അവരൊക്കെ എന്നെ വിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വിഷ് ചെയ്യാറുണ്ട്. അത്രയും കട്ട സപ്പോർട്ടുള്ള കുറേ ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വീട്ടിൽ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കേക്കും മുറിച്ചിട്ടില്ല. കാരണം ഉമ്മ വീട്ടിലുണ്ടായിട്ടില്ല. ഉമ്മയുടെ അനിയത്തി മരിച്ചിട്ട് അവിടെ ആയിരുന്നു. അപ്പോൾ ഞാനും സെഫും സീനും ഷാജിയക്കും കൂടി ഞങ്ങൾ അടുത്തുണ്ട് ഹൈലൈൻ പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ്. മാഷാ അല്ലാഹ്, എടുത്ത് പറയേണ്ടത് അവരുടെ സർവീസായാലും ഫുഡായാലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അവിടുത്തെ ഫുഡൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ മക്കൾ അവിടുന്ന് ഓർഡർ ചെയ്യാറുണ്ട്. ഫുഡൊക്കെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ പോയിട്ടുള്ളൊരു എക്സ്പീരിയൻസ്, അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ലൈറ്റിംഗ് ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ഇതെല്ലാവരും ക്ഷമയോടെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. സെഫുവിൻ്റെ മുഖം കാണിക്കുന്നതിനോട് തീരെ താല്പര്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് അവൻ തല താഴ്ത്തിയിട്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ഞാനാണെങ്കിലോ അവൻ എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്താറുണ്ട്. എനിക്കങ്ങനെ ഒരു നാണക്കേടായിട്ട് തോന്നിയിട്ടില്ല. അവനക്ക് അവൻ്റെ ഫ്രണ്ട്സുകൾ കാണുമ്പോൾ അതിഷ്ടമല്ല. അതുകൊണ്ട് എന്നെ ഉൾപ്പെടുത്തണ്ട പറയട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിട്ടുള്ള ലെയിമും ജ്യൂസും ഷെയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിനു ആണ് കേട്ടോ വീഡിയോസൊക്കെ എടുത്തു തന്നത്. അവൻ അതിനൊക്കെ കട്ട സപ്പോർട്ടാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള അൽഫാമും ഒക്കെ വന്നിട്ടുണ്ട്. 4 വെറൈറ്റി ആയിട്ടുള്ള അൽഫാം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് അവിടുന്ന് കുറച്ചേരൊക്കെ ഇരുന്നതിൻ്റെ ശേഷമായിട്ട് അവിടുന്ന് പോന്നിട്ടുള്ളത്. അതിനുശേഷം ഷാജിക്ക് എനിക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റ് കേട്ടോ. അതിലേറ്റവും സ്പെഷ്യൽ ഈ ഒരു ചോക്ലേറ്റ് തന്നെ ആയിരുന്നു. മറ്റുള്ള ഗിഫ്റ്റുകളൊന്നും സ്പെഷ്യൽ അല്ല എന്നല്ല കേട്ടോ പറഞ്ഞത്. എൻ്റെ മക്കൾ തന്നിട്ടുള്ളതാണ് ഈ ഒരു ചോക്ലേറ്റ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നെ ഷാജിയൊക്കെ എന്നും തരുന്ന പോലെ തന്നെ എല്ലാ വർഷവും തരുന്ന പോലെ ഗിഫ്റ്റുകളൊക്കെ തന്നിട്ടുണ്ട്. ചുരിദാറും നെക്ലേസൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ഒരുപാട് ഹാപ്പിയാണ്. പിന്നെ ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ശരിയാണ്, പക്ഷെ നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഉള്ള സമയം ഓരോ മൊമെൻറ്റും അതത്രയും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.